നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 9, 10 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 8 വൈകിട്ട് 6:39 PM മുതൽ ജനുവരി 11 രാവിലെ 4:52 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോണിൽ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ദിവസങ്ങളിൽ 9, 10 തീയതികളിൽ ഒരു രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. വേറെ 4 രാശിക്കാർക്ക് ഗുണാധിക്യം നമ്മൾക്ക് എടുത്ത് പറയാം. ബാക്കിയുള്ള 7 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതിൽ ഒരെണ്ണത്തിൽ അല്പം ദോഷാധിക്യവും ഉണ്ടതാണ്. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 4 ഗ്രഹങ്ങളുമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി പ്രതികൂലമാണ്. അതുകൂടാതെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. സൂര്യനും ചൊവ്വയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യം പറയാം. ഇവർക്ക് അത്ര പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം ഉള്ളത് മാത്രം ഈ ദിവസങ്ങളിൽ ചെയ്യുക. ബാക്കിയുള്ള മറ്റ് ദിവസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും. പൊതുവെ ചന്ദ്രൻ, ശുക്രനും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലവും വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. അപ്പോൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അതുകൊണ്ട് പൊതുവെ ഇവർക്കൊരു സാധാരണ ദിവസങ്ങളായി അനുഭവപ്പെടും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് സൂര്യനും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. ഓക്കെ. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. യന്ത്രസാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. അതുപോലെ ബുധനും ശുക്രനും അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. ബാക്കി ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനി അനുകൂലമായതിനാൽ
ഇവർക്ക് ശനി ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു വിജയസാധ്യത ഇവർക്കുണ്ട്. പിന്നെ സാങ്കേതിക രംഗത്ത് ചൊവ്വ ഇവിടെ പ്രതികൂലമാണെങ്കിലും ശനി അനുകൂലമായതുകൊണ്ട് സാങ്കേതിക ആയിട്ടുള്ള രംഗങ്ങളിൽ ഇവർക്ക് മികവ് പുലർത്താൻ പറ്റും. ഇടവൻ രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന ഫലം പറയാമെങ്കിലും ഇവർക്ക് സർപ്പവും ശിഖിയും മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഒന്നിൽ ഗുണദോഷ സമ്മിശ്രമോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും എടുത്തു പറയേണ്ടത്തക്ക കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യാഴം, ശനി, ചൊവ്വ, സൂര്യൻ ഇവ പ്രതികൂലമാണ്. അതുതന്നെ സൂര്യനും ചൊവ്വയും 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ ജീവിത പങ്കാളിയായിട്ട് അല്പം സ്വരച്ചേർച്ച ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭം വരാം. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണനും വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. പിന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഗുണാധിക്യവും നൽകുന്നു. ചൊവ്വ, സൂര്യൻ, ബുധൻ, ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർക്ക് തടസ്സങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ഒക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. സൂര്യൻ അനുകൂലമായതിനാൽ ധനുമാസം മുഴുക്കെ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ വിജയം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. എങ്കിലും അഷ്ടമ ശനിയായതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശുക്രനും വ്യാഴവും അനുകൂലം, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വയും ശനിയും ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക്
വഴിപാടുകൾ നടത്തുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലവും വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. 5 ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നില്ല. എങ്കിലും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം ഗുണദോഷ സമ്മിശ്രം എന്നുള്ള ഒരു ഫലവും ഞങ്ങൾ പറയുന്നു കന്യരാശി. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഒഴിവാക്കുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത്, പിതൃസ്വത്ത് ഇവ ലഭിക്കും. അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് വിജയമുണ്ടാവും. ധനുമാസം മുഴുവൻ പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും. പൊതുവെ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. വാഹനലാഭം പ്രതീക്ഷിക്കാം. കാരണം ശനിയും ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. ഓക്കെ, വ്യാഴം അനുകൂലം. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ ഒക്കെ ഇവർക്ക് ലഭിക്കും. പൊതുവെ തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യം ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക, പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റു വഴിപാടുകളും ചെയ്യുക വ്യാഴാഴ്ച. ഇവർക്ക് ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, ഉയരങ്ങളിൽ കൂടി നടക്കുമ്പോൾ വീഴ്ച പറ്റാതെ സൂക്ഷിക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, യന്ത്രസാമഗ്രികൾ ശ്രദ്ധിക്കുക, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ
അനുകൂലമായ ഒരു നല്ല രീതിയിൽ ദാമ്പത്യം ഊഷ്മളമാവും, ബന്ധങ്ങൾ സുദൃഢമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും. ധനു രാശിക്ക് ഗുണദോഷ ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വ, സൂര്യൻ, ബുധൻ, ശിഖി, വ്യാഴം എന്നീ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും ഇവർക്ക് ഒരു പരിധി വരെ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനുള്ളൊരു ധൈര്യം ഉണ്ടാവും. എങ്കിലും അത് വിജയപഥത്തിലേക്ക് എത്തിയെന്ന് വരത്തില്ല. എങ്കിലും സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഒരു പരിധി വരെ ഇവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. പൊതുവെ മകരം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവപാർവതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഈ മകരം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പ്രധാനപ്പെട്ട നിരവധി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം 5ാം ഭാവത്തിലാണ്. അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ, ദാമ്പത്യ സുഖം ഒക്കെ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും. ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഈ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. ഈ ധനു, മകരം മാസങ്ങളിൽ ഓക്കെ 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലും വരും. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏകദേശം 2 മാസം ഇങ്ങനെ ധനു, മകരം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് ജന്മശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക.
അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 9-10 തീയതികളിൽ രാവിലെ 5:16 AM മുതൽ രാവിലെ 6:04 AM വരെയാണ് 9-10 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 9-ാം തീയതി ഉച്ചയ്ക്ക് 12:11 PM മുതൽ ഉച്ചയ്ക്ക് 12:56 PM വരെയാണ് 9-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 10-ാം തീയതി ഉച്ചയ്ക്ക് 12:11 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 10-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം നോക്കാം. 9-ാം തീയതി രാഹുകാലം രാവിലെ 11:08 AM മുതൽ ഉച്ചയ്ക്ക് 12:33 PM വരെയാണ് രാഹുകാലം 9-ാം തീയതി. 10-ാം തീയതി രാവിലെ 9:43 AM മുതൽ രാവിലെ 11:08 AM വരെയാണ് രാഹുകാലം 10-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 9-1-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 10-1-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 9, 8, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 9-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, വെള്ള ഈ നിറങ്ങൾ. അതുപോലെ 10-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.